നമസ്കാരം, ഞാൻ ഡോക്ടർ തൃഷ്ണ, മെഡിക്കൽ ഡയറക്ടർ, സമത്വം. എൻ്റെ അടുത്ത് ഈ ഇടയ്ക്ക് വന്നൊരു പേഷ്യൻ്റ് വളരെ മെയിനായിട്ടുള്ള കൺസേൺ, അവർക്കൊരു 51-52 ഇയേഴ്സ് ആയിരുന്നു. പക്ഷേ അവരുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ റീസെൻ്റായിട്ട് പെട്ടെന്ന് അവർക്ക് വണ്ണം കുറഞ്ഞു. വണ്ണം കുറയുക മാത്രമല്ല, മാംസപേശികളെല്ലാം വളരെ തിന്നായി പോകുന്നു എന്നുള്ളതായിരുന്നു. അവർ വളരെ കൺസേൺഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി എടുത്ത സമയത്ത് നമ്മൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ലോങ് ടേം ഡയബറ്റീസ്, അതായത് ഒരുപാട് വർഷമായിട്ട് അവർ ഡയബറ്റിക് പേഷ്യൻ്റാണ്. അവർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഡയബറ്റീസിന്. അപ്പം ഈ ഒരു നമ്മുടെ സ്കെലറ്റൽ മസിൽ, അതായത് നമ്മുടെ എല്ലിനോട് ചേർന്നിരിക്കുന്ന മാംസപേശികൾ അതിൻ്റെ വണ്ണം കുറയുകയും അത് ക്ഷയിച്ചു പോകുന്നൊരവസ്ഥയ്ക്ക് പറയുന്നത് സാർക്കോപീനിയ എന്നാണ്. എന്തുകൊണ്ടാണ് ഈ സാർക്കോപീനിയ വരുന്നത്? പലപ്പോഴും ഏജ് റിലേറ്റഡ് ആണ്. അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു 50-60+ ഏജ് ഗ്രൂപ്പിലാണ് സാധാരണയായി നോർമലായിട്ട് ഈ സാർക്കോപീനിയ, അതായത് മസിൽ ലോസ് വരേണ്ടത്. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് പല കാറ്റഗറീസിൽ, പല ഏജ് ഗ്രൂപ്പിലും ഇത് വരുന്നുണ്ട്. ഉദാഹരണത്തിന് സിവിയർ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ആവശ്യത്തിന് മാംസജത്തിന് അംശമില്ലെങ്കിലും അതൊരു സാർക്കോപീനിയയിലേക്ക് നമുക്ക് പോകാൻ സാധ്യതയുണ്ട്. പല ആൾക്കാരും ക്രാഷ് ഡയറ്റ് ചെയ്യുന്നവരല്ലേ. ചില ആൾക്കാർ പ്രോട്ടീൻ ചിലപ്പോൾ കട്ടൗട്ട് ചെയ്യും, ചില ആൾക്കാർ കാർബ്സ് കട്ടൗട്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് എക്സസീവ് ഡയറ്റിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സാർക്കോപീനിയ വരും. പിന്നെ വേറൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ അനോറെക്സിയ, അതായത് ചില കുട്ടികൾ, പ്രത്യേകിച്ച് ഒരു അഡോളസൻ ഏജ് ഗ്രൂപ്പ്, അതായത് യങ് അഡൾട്ട്സിന് ഈ മാനസികമായിട്ടുള്ളൊരു സമ്മർദ്ദമുണ്ട് അവരുടെ ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു അവസരത്തിലും ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അതും ഈ സാർക്കോപീനിയയിലേക്ക് പോകും. നമ്മൾ പലപ്പോഴും ഈ ഫാഷൻ TV-യിലെ മോഡൽസിനെ കണ്ടിട്ടുണ്ട്. അവർ ഭയങ്കര സ്കിന്നിയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ഏജ് അനുസരിച്ചിട്ടുള്ളൊരു സ്ട്രക്ചർ അവർക്കില്ല. കാരണം പലവരും ഈ ഒരു അനോറെക്സിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുള്ളവരായിരിക്കാം, അനോറെക്സിയ നെർവോസ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഡെഫിനറ്റ്ലി ഡയറ്റ് അതിനൊരു പ്രത്യേക പങ്കാണ്. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ചില ആൾക്കാർക്ക് ജനറ്റിക്കായിട്ട്, അതായത് നമ്മുടെ പാരമ്പര്യമായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാവും മാംസപേശികൾ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുറയുക എന്നുള്ളത്. അപ്പോൾ ജനറ്റിക് പ്രീപോണ്ടറൻസ് ഇതിന് വലിയൊരു ഘടകം തന്നെയാണ്. പക്ഷേ എല്ലാ ജനറ്റിക് പ്രീപോണ്ടറൻസ് ഉള്ളവർക്കും ഇങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. അതിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിതശൈലി വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വരുന്നത് എങ്ങനെയാണ്? തീരെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക്, അതായത് ഒരു എക്സസൈസും ചെയ്യാത്ത ആൾക്കാർക്ക് പലപ്പോഴും അവരുടെ ശരീരത്തിലെ മാംസപേശികൾ ക്ഷയിച്ചു പോകും. അപ്പം അതിനൊരു നല്ലൊരു പ്രതിവിധി എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എക്സസൈസ് എന്ന് പറയുമ്പോൾ എക്സസൈസ് ഇസ് ഡെഫിനറ്റ്ലി നല്ലത്. പക്ഷേ എല്ലാവരും ഓടിപ്പോയി ജിമ്മിൽ ചേരേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ആരോഗ്യാനുസൃതമായി, നമ്മുടെ ഏജ് അനുസൃതമായിട്ട് വേണം നമ്മൾ എക്സസൈസ് ചൂസ് ചെയ്യാനായിട്ട്. വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസസ്, ഇപ്പോൾ ഒരു കിടപ്പ് രോഗിക്കാണെങ്കിൽ ഒരു പക്ഷേ എക്സസൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, ജിമ്മിൽ പോയി വെയിറ്റ്സ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, മുട്ടിന് തേയ്മാനം ഉള്ളവർ, നടുവേദന ഉള്ളവർക്കെല്ലാം ഒരു വെയിറ്റ് എടുക്കാനും അങ്ങനത്തെ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കട്ടിലേക്ക് കടന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന കുറേ എക്സസൈസസ് ഉണ്ട്. ചെയർ യോഗ, കസേരയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ എക്സസൈസസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ മസിൽ മാസ് നമ്മൾ ലൂസ് ചെയ്യുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ക്രോണിക്കായിട്ട് അസുഖമുള്ളവർ. ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ പേഷ്യൻ്റെ കാര്യം അങ്ങനെയാണ്. കാരണം ഒരുപാട് വർഷമായിട്ട് അവർക്ക് ഡയബറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ മാംസപേശികളിലെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു സെല്ലിനകത്തെ ഒരു സ്ട്രക്ചറാണ് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസിനെ ബേൺ ചെയ്ത് അത് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ മൈറ്റോകോൺട്രിയയുടെ എണ്ണം കുറയും, അത് നശിച്ചു പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും മസിലിൻ്റെ ഫങ്ഷൻ കുറയും, മസിൽ തേഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പം ഈ ക്രോണിക് ആയിട്ടുള്ള അസുഖമുള്ളവർ, പ്രത്യേകിച്ചും ലോങ് ടേം ഡയബറ്റിക് ആണ്, ഹാർട്ട് ഡിസീസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ പലപ്പോഴും മസിൽ മാസ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർക്ക് പറ്റുന്നതായിട്ടുള്ള കുറച്ച് എക്സസൈസ് പ്രോഗ്രാംസും ഫുഡും ശ്രദ്ധിക്കണം. ഷുഗർ കൺട്രോൾ ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്ത ശേഷം കുറച്ച് റെസിസ്റ്റൻസ് എക്സസൈസ് സ്റ്റാർട്ടിങ്, ആദ്യത്തെ നമ്മുടെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റായിട്ടും നമ്മൾ സിമ്പിൾ എക്സസൈസസ് ആയിരിക്കും. യോഗയൊക്കെ അതിന് വളരെ നല്ലതാണ്. പിന്നീടൊരു ഘട്ടത്തിലാണ് നമ്മൾ വെയ്റ്റ്സ് എടുക്കുകയും ഇലാസ്റ്റിക് ബാൻഡ്സ് വെച്ച് റെസിസ്റ്റൻസും ചെയ്യേണ്ടത്. ഇനി നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്ന ആൾക്കാർ പലപ്പോഴും ഇൻഡൈജഷൻ പ്രോബ്ലം ഉള്ളവർ, അതായത് വയറിന് ചില പ്രോട്ടീൻ ഫുഡ് കഴിച്ചാൽ പല ആൾക്കാരും പറയും പയർ കഴിച്ചാൽ ഗ്യാസ് കയറുന്നു, അല്ലെങ്കിൽ മുട്ട കഴിക്കുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ട് വരുന്നു. അപ്പം ഹൈ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുമ്പം വയറിനെ ദഹിപ്പിക്കാൻ പറ്റാതെ വരുന്നൊരവസ്ഥ, പ്രത്യേകിച്ചും പ്രോട്ടീസ് എന്ന് പറഞ്ഞ എൻസൈമൊക്കെ കുറവുള്ളവർ, അല്ലെങ്കിൽ ആസിഡ് സെക്രീഷൻ കുറവുള്ളവർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കും പലപ്പോഴും പ്രോട്ടീൻ നമ്മൾ ഭക്ഷണത്തിൽ കഴിക്കുന്നുണ്ടാവും, പക്ഷേ ശരീരത്തിൽ അത് പിടിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും അവരുടെ മാംസപേശികൾ തേഞ്ഞു പോകും. ഇനി അഞ്ചാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ
സർജറി കഴിഞ്ഞവർ, കിടപ്പ് രോഗികൾ, ഇങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റായിട്ടും, കാരണം അവർക്ക് മൂവ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് സ്ട്രോക്ക് വന്നവർ, ഇങ്ങനെയുള്ളവർക്കെല്ലാം മാംസപേശികൾ തേഞ്ഞു പോകും. അപ്പോൾ ഇതിന് നമുക്ക് നല്ലൊരു പ്രതിവിധി എന്ന് പറയുന്നത്, ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ആളുടെ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എന്താണ് കോസ് കണ്ടുപിടിക്കണം, അത് തന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ജനറലായിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് നമ്മുടെ ന്യൂട്രീഷ്യൽ കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കുക. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് മാംസം നമ്മുടെ ഫുഡിൽ കിട്ടണം. നമുക്ക് നോൺ വെജിറ്റേറിയൻ സോസസ് ആകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. മുട്ട, ചിക്കൻ ബ്രസ്റ്റ് ഇതിൽ വളരെ നല്ലതാണ്. കാരണം ചിക്കൻ ബ്രസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ്, അമിനോ ആസിഡ്സ് നമുക്ക് സ്കെലറ്റൽ മസിലിനെ ബിൽഡ് ചെയ്യാനായിട്ട് നല്ലതാണ്. പിന്നെ വേറെ കുറച്ച് ലെൻറ്റിൽസ്, ഈ പയറ് പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ അഗൈൻ അതെല്ലാം ഡൈജഷൻ അനുസരിച്ചിട്ടിരിക്കും. ഇനി അത് കൂടാതെ നമുക്ക് എന്താ ആഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രോട്ടീൻ കണ്ടൻറ്റ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 0.81 ഗ്രാം പ്രോട്ടീൻ പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഓരോ കിലോഗ്രാമിനും നമ്മൾ അറ്റ്ലീസ്റ്റ് 1 ഗ്രാമെങ്കിലും പ്രോട്ടീൻ കഴിച്ചിരിക്കണം. ഇത് പിന്നെ നമ്മുടെ ഫിസിക്കൽ, ഇപ്പോൾ നമ്മൾ ഒരു അത്ലീറ്റ് ആണ്, നമ്മൾ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി കൂടും. അപ്പോൾ നമ്മുടെ ഏജും ജെൻഡർ അനുസരിച്ച് ഇത് വ്യത്യാസം വരും. പക്ഷേ ഏകദേശം ഒരു 1 ഗ്രാം പ്രോട്ടീൻ നമ്മൾ എടുക്കണം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ്. അപ്പോൾ 50 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 50 ഗ്രാം പ്രോട്ടീനെങ്കിലും അകത്ത് ചെല്ലണം ഒരു ദിവസം. അപ്പോൾ അത് നമ്മൾ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താം. അത് നമുക്ക് മുട്ടയാകാം, ചിക്കനാകാം, ഫിഷാകാം, ഇല്ല പരിപ്പ് പയർ വർഗ്ഗങ്ങളാകാം, അല്ല ഈ പനീർ, അങ്ങനത്തെ എന്തെങ്കിലും സോസസ് ആവും. ദാറ്റ് ഈസ് ഓൾ ഫൈൻ. അപ്പം നമുക്ക് പറ്റുന്ന ഒരു സോസ് നമ്മൾ കണ്ടെത്തുക. തൈര് ഈസ് ഓൾസോ ഗുഡ് സോസ്, ചീസ് വേറൊരു നല്ല സോസാണ്. അപ്പം ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇത് കൂടാണ്ട് നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിനെ നമ്മൾ ദഹിപ്പിക്കാനായിട്ട് നമ്മുടെ ആസിഡ് സെക്രീഷൻ ഇനഫ് ഉണ്ടോ, നമുക്ക് പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. പല ആൾക്കാർക്കും ഹൈപ്പോ ആസിഡിറ്റി ഉണ്ട്, അവർക്ക് ഇത് ദഹിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്വാഭാവികമായിട്ട് പ്രോട്ടീൻ കഴിക്കുമ്പോൾ ഗ്യാസ് കയറും. അപ്പോൾ അങ്ങനെയുള്ളവർ അത് കറക്റ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, പ്രോട്ടീൻ കഴിച്ചുകൊണ്ട് മാത്രമായില്ല, നമ്മൾ ആവശ്യത്തിന് എക്സസൈസും ചെയ്യണം. സ്റ്റാർട്ടിങ് വിത്ത് സിമ്പിൾ വാക്കിംഗ്, പയ്യെ നടക്കുന്ന എക്സസൈസസ് മുതൽ കുറച്ച് മൈൽഡ് ടു മോഡറേറ്റ്, അതായത് നമ്മൾ ചെറിയ സിറ്റപ്സ്, പുഷപ്സ്, ഇങ്ങനത്തെ കുറച്ച് എക്സസൈസസ് ഉണ്ട്. നമ്മുടെ ബോഡി വെയിറ്റ് ഉപയോഗിച്ച് തന്നെ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന എക്സസൈസസ് ഉണ്ട്. അത് നമുക്ക് തുടങ്ങാം. ഇനി മുട്ടുവേദന, അല്ലാണ്ട് ആർത്രൈറ്റിസ്, ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം അവരുടേതായ സ്പെസിഫിക് ആയിട്ടുള്ള എക്സസൈസസ് തന്നെയുണ്ട്. ആ ജോയിൻസിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സസൈസ് അത് ഇൻക്ലൂഡ് ചെയ്യണം. കാരണം എത്ര പ്രോട്ടീൻ നമ്മൾ കഴിച്ചാലും ഇത് ശരീരത്തിന് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എക്സസൈസ് അത് ചെയ്യണം. ഇനി ഇതെല്ലാം കൂടാണ്ട് ഇനഫായിട്ട് പ്രോട്ടീൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ ജിമ്മിൽ പോകുന്നവരെല്ലാം പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ എടുക്കുന്നുണ്ട്. വേ പ്രോട്ടീനാണ് അതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. കാരണം വേ പ്രോട്ടീനിൽ ലൂസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ട്. അത് മസിൽ ബിൽഡ് ചെയ്യാൻ നമുക്ക് നല്ലതാണ്, സ്ട്രെങ്ത് കൂട്ടാൻ നല്ലതാണ്, ബയോ അവൈലബിലിറ്റിയും നല്ലതാണ്, നമുക്ക് ദഹിപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള ഹോർമോൺസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി നോട്ട് ഗുഡ്. അപ്പോൾ വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് നല്ലതാണ്. പ്രത്യേകിച്ച് ഡയബറ്റിക്സിന് വേ പ്രോട്ടീൻ നല്ലതാണ്. കാരണം അത് ഷുഗർ കൺട്രോൾ വരുത്താനും സഹായിക്കും. ഇനി ഇതിനെല്ലാത്തിനും ഉപരി നമ്മൾ ചെയ്യേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ സ്ട്രെസ് ലെവൽസ് കൺട്രോൾ ചെയ്യുക. കാരണം സ്ട്രെസ് എന്ന് പറയുന്നൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ തേയ്മാനം, ഈ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ന്യൂട്രിയൻസ് എല്ലാം പോകും. ധാരാളമായിട്ട് നമ്മളിത് ലൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് അത്യാവശ്യമാണ്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെയാണ്. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, മാംസജം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഷുഗർ ഉള്ളവർ ഷുഗർ കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ചെയ്യാൻ നല്ലൊരു മാർഗ്ഗം ഈ പറഞ്ഞ കണക്ക് വേ പ്രോട്ടീൻ, നാരങ്ങയൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ എക്സസൈസ് പാറ്റേൺ, നമുക്ക് അനുസൃതമായിട്ടുള്ള എക്സസൈസ് തിരഞ്ഞെടുക്കുക. സ്ട്രെസ്സ് നന്നായിട്ട് മാനേജ് ചെയ്യുക. അപ്പം നമ്മൾ മസിൽ ലോസ്, സാർക്കോപ്പീനിയെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ഡയറ്റിനൊരു പ്രധാനപ്പെട്ട റോള് വഹിക്കാനുണ്ട്. അതിന് നല്ല ഒരു സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുർക്കുമിനാണ്, നമ്മുടെ മഞ്ഞൾ. പക്ഷേ മഞ്ഞൾ സാധാരണ നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എമൗണ്ടും ആവശ്യത്തിനുള്ള ബയോ അവൈലബിലിറ്റി, അതായത് നമുക്ക് ശരീരത്തിന് വലിച്ചെടുത്ത് നമുക്ക് ഈ പറഞ്ഞ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫംഗ്ഷനൊക്കെ വരാനുള്ള സാധ്യത കുറവാണ്. അതൊരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിലാണ് നമ്മൾ പല കറികളിലും എല്ലാം ഉപയോഗിക്കുന്നത്. അപ്പം നാനോ കുർക്കുമിൻ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു എക്സ്ട്രാക്ട് തന്നെ കിട്ടും. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടും മസിൽസിൻ്റെ മൈറ്റോകോൺട്രിയ, അതായത് മസിൽസിനെ ക്ഷയിച്ചു പോകാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടെല്ലാം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പ്രായമുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ മസിൽ മാസ് ലൂസ് ചെയ്യാൻ അവരെ പ്രിവെൻറ്റ് ചെയ്യുന്നത് നല്ലൊരു കാര്യം റെഡ് ഗ്രേപ്സ് ആണ്. അതിൽ ചില കെമിക്കൽ കോമ്പൗണ്ട്സ് ഈ മസിൽ മാസിനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് വളരെ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. വേറൊരു കാറ്റഗറി ആൾക്കാർക്ക് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വേ പ്രോട്ടീൻ ആയിരിക്കും യൂസ്ഫുൾ ആവുക. അപ്പം ഏജ് അനുസരിച്ചിട്ട് നമ്മുടെ മസിൽ മാസ് ലൂസ് ചെയ്യാനുള്ള കാരണം അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഈ സപ്ലിമെൻറ്റ്സ് എല്ലാം തിരഞ്ഞെടുക്കേണ്ടത്. അതും നമ്മുടെ വെയിറ്റ് അനുസരിച്ചിട്ടായിരിക്കണം സപ്ലിമെൻറ്റും ചെയ്യേണ്ടത്. എക്സസ് പ്രോട്ടീൻ എടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ലോങ് ടേം യൂസിൽ അത് പലപ്പോഴും നമുക്ക് കിഡ്നി ഡാമേജോ ലിവർ ഡാമേജോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം
ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷനെല്ലാം എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ, ലിവർ ഫംഗ്ഷനും നോർമൽ ആണോ എന്നും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഡെഫിനറ്റായിട്ടും ഒരു മെഡിക്കൽ അഡ്വൈസോടുകൂടെ, ഒരു എക്സ്പേർട്ടിൻ്റെ അഡ്വൈസോടുകൂടെ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പം നിങ്ങൾക്ക് ഈ കാര്യത്തിൽ, ഈ മസിൽ മാസ് ലൂസ് ചെയ്യുന്ന കാര്യത്തിലോ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും ഡയറ്ററി ഇതിലെ കാര്യത്തിലോ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.